ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ മടവാക്കരയിൽ നിന്നും വീടൊഴിഞ്ഞ് പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ അനുമതി. വിശ്വാസക്കടലായി പാലയൂർ. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ മഹാതീർത്ഥാടനത്തിന് സമാപനം. പദയാത്രയിൽ അണിനിരുന്നത് ആയിരങ്ങൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് പരിസമാപ്തി. ഉത്സവത്തിന് സമാപനം കുറിച്ച് വടക്കേനടയിൽ വെന്നിക്കൊടി ഉയർത്തി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ശൃംഗപുരം പുത്തൻ കോവിലകത്ത് നടന്നു. വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. പുന്നൂർക്കുളം അണ്ടത്തോട് 68 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടി. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കടത്തിയത് വാഹനത്തിൽ പ്രത്യേക അറ നിർമ്മിച്ചു. പൂരം പ്രദർശന ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ തർക്കം. പാചകവാതകം കിട്ടാനില്ലെന്നും പൂജകൾ പോലും മുടങ്ങുന്നുവെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ പരാമർശം ആവർത്തിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്. പൂരം കലക്കിയതുപോലെ പാചകവാതക വിഷയം കലക്കാനാണ് ശ്രമമെന്ന് സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. മടവാക്കരയിലെ പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടൊഴിഞ്ഞ് പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കൊച്ചി സേലം പൈപ്പ് ലൈൻ കമ്പനി അധികൃതർ അറിയിച്ചു. മടവാക്കരയിൽ ചേർന്ന നാട്ടുകാരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. KSPPL കമ്പനി HR മാനേജർ ശെൽവരാജ്, IOC ടെക്നിക്കൽ വിഭാഗത്തിലെ ലെനീഷ് എന്നിവരാണ് നാട്ടുകാരുമായി സംസാരിച്ചത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KR സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കമ്പനി അംഗീകരിച്ചു. പൈപ്പ് ലൈനിലെ വാതകം ഒരു വശത്തേക്ക് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞതിനാൽ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. വീട് വിടേണ്ടി വന്നതുമൂലം നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായമെന്ന നിലയിലാണ് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നത്. വീട് പൂട്ടിയിടേണ്ടി വന്നവർക്കും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നവർക്കും വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മണലി മടവാക്കര പ്രദേശത്തെ 18 കുടുംബങ്ങളാണ് വാതക ചോർച്ചയെ തുടർന്ന് വീട് ഒഴിഞ്ഞത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അവശ്യ സാധനങ്ങൾ പോലും എടുക്കാതെ വിവിധ ഇടങ്ങളിലുള്ള ബന്ധുവീടുകളിലേക്കാണ് പലരും മാറിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതവും താളം തെറ്റിയ നിലയിലായിരുന്നു. TCV പുതുക്കാട്. തൃശൂർ അതിരൂപതയുടെ പാലയൂർ മഹാതീർത്ഥാടനം സമാപിച്ചു. പാലയൂർ വിശ്വാസത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ലൂർദ് കത്തീഡ്രലിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ഫാദർ ജോസ് വല്ലൂരാന് പതാക കൈമാറി. മോൺസിഞ്ഞൂർ ജെയ്സൺ കുനംബ്ലാക്കിലും ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂരും ലൂർദ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചു. അതിരൂപതയിലെ 16 ഫൊറോനകളെ പ്രതിനിധീകരിച്ച് 11 മേഖലാ പദയാത്രകൾ പാലയൂരിൽ എത്തിച്ചേർന്നു. മുഖ്യ പദയാത്രയുടെ പതാക പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി. രണ്ടാം ഘട്ട പദയാത്ര പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പാവറട്ടി ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരിക്ക് പതാക കൈമാറി. മോൺസിഞ്ഞൂർ ജോസ് കൊനിക്കര ദിവ്യബലി അർപ്പിച്ചു. കോഴിക്കോട് മാർ ജേക്കബ് തുങ്കുഴിയുടെ ഖബറിടത്തിൽ നിന്നും കൊണ്ടുവന്ന ഛായാചിത്രവും ദീപശിഖയും വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് മാർ അന്തോണി പൂല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഈ വഴിക്കാരുകളെ ധന്യമാക്കിക്കൊണ്ട്
വിശ്വാസക്കടലായി മാറിയ പാലിയൂർ മഹാതീർത്ഥാടനത്തിന് ഇക്കുറി നൊമ്പരത്തിന്റെ സ്മരണ പുതുക്കി പുതിയൊരു അധ്യായം. പാലിയൂർ തീർത്ഥാടനത്തെ ഇന്നത്തെ ജനകീയ രൂപത്തിലേക്ക് വളർത്തിയെടുത്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ സാന്നിധ്യമില്ലാതെ കടന്നുപോകുന്ന ആദ്യ തീർത്ഥാടനമാണിത്. 1998 പാലിയൂർ തീർത്ഥാടനം ആരംഭിച്ചത് അന്നത്തെ തൃശൂർ രൂപതാധ്യക്ഷൻ ആയിരുന്ന മാർ ജേക്കബ് തൂങ്കുഴിയായിരുന്നു. മാർ ജേക്കബ് തൂങ്കുഴിയോടുള്ള ആദരസൂചകമായി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കോഴിക്കോട് കോട്ടുളി ക്രിസ്തുദാസി ചാപ്പലിൽ നിന്നും ഛായാചിത്രവും ദീപശിഖയും പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പട്യാര സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയതിനു ശേഷം വരിയേരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ചടങ്ങ്. തുടർന്ന് മൂത്താശ്ശേരി ചെത്തിമെനിക്കിയ അടക്കാമര തടിയിൽ പട്യാര സമുദായം വെന്നിക്കൊടി ഉയർത്തി. പിന്നീട് കോഴിക്കലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവ് തീണ്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണ് മരിച്ചു. ഊരകം സ്വദേശിനി ചെറുവത്തൂർ പണിയിൽ വീട്ടിൽ 67 വയസ്സുള്ള രാധമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച കാവ് തീണ്ടൽ സമയത്ത് തിരക്കണിനിടയിൽ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച അന്തരിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാട് വിട നൽകി. കൊടുങ്ങല്ലൂരിൽ ശൃംഗപുരത്തുള്ള പുത്തൻ കോവിലകത്തായിരുന്നു സംസ്കാരം. അനന്തരവൻ മനോജ് വർമ്മ ചിതയ്ക്ക് തീ കൊളുത്തി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ റീത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കേൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. കുഞ്ഞുണ്ണി രാജയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി വാതിൽ കാപ്പവർ സന്നിധിയിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാന്റെ അധികാരദണ്ഡ് ഏറ്റെടുക്കും. പടാക്കുളം ഊഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ശൃംഗപുരം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തും. ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറന്ന് ദർശനം നടത്തി നെയ്ക്കണ്ടി സമർപ്പിക്കുന്നതോടെ വലിയ തമ്പുരാന്റെ സ്ഥാനമേറ്റെടുക്കൽ പൂർത്തിയാകും. പുനയൂർക്കുളം അണ്ടത്തോട് 68 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ലിൻഡോ ജോസഫിനെ തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. വാഹനത്തിൽ പ്രത്യേക അറ നിർമ്മിച്ചാണ് കഞ്ചാവ് കടത്തിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചത്. 63ാമത് തൃശൂർ പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പൂരം നടന്നു തീരാത്ത ആഘോഷമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഏപ്രിൽ 26-നാണ് പൂരം ആഘോഷിക്കുന്നതെങ്കിലും അതിനു മുമ്പ് വോട്ടിങ്ങിലൂടെയുള്ള ജനാധിപത്യത്തിന്റെ പൂരാഘോഷം തുടങ്ങിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാകണം പൂരാഘോഷങ്ങളുടെ ചടങ്ങുകളെന്നും മന്ത്രി പറഞ്ഞു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ ജയചന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, പ്രതിപക്ഷ നേതാവ് ടി.ആർ. ഹിരൺ, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, രേഷ്മ മേനോൻ, ജോയ് ബാസ്റ്റ്യൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ പി.ആർ.എൻ. രവി, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, എക്സിബിഷൻ കമ്മിറ്റി സെക്രട്ടറി കെ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 150-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലൈനുകളുമാണ് ഈ വർഷം പൂരനഗരിയിൽ സജ്ജമായി വരുന്നത്. സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്റർ ഇത്തവണത്തെ പ്രത്യേക ആകർഷണമാണ്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 50 രൂപയും പൂരത്തിന്റെ 3 ദിവസങ്ങളിൽ 60 രൂപയുമാണ് പ്രവേശന നിരക്ക്. TCV തൃശൂർ. പൂരം പ്രദർശന ഉദ്ഘാടന വേദിയിൽ പാചകവാതകത്തെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ തർക്കം. പൂരം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ച ശേഷം ആശംസാ പ്രസംഗം നടത്തുന്നതിനിടയിലായിരുന്നു വിവാദ പരാമർശങ്ങൾക്കിടയാക്കിയ സംഭവം. പാചകവാതകം കിട്ടാനില്ലെന്നും പൂജകൾ പോലും മുടങ്ങുന്നുവെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പറഞ്ഞതോടെയാണ് തർക്കം ഉടലെടുത്തത്. തുടർന്ന് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസും രവീന്ദ്രന്റെ പരാമർശം ആവർത്തിച്ചു. ഇതോടെയാണ് സുരേഷ് ഗോപി ഇടപെട്ടത്. കുത്തിത്തിരിപ്പ്
തീർപ്പുണ്ടാക്കി ജനങ്ങളുടെ മനോനില തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പാചകവാതകത്തിന്റെ കാര്യത്തിൽ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നിട്ടും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും 14 കളക്ടർമാരുടെയും വീഴ്ചയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വീഴ്ചകൾ എന്നിട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ 14 കളക്ടർമാരുടെയും വീഴ്ചയാണെന്ന് മാത്രം ഞാൻ അവിടെ അസന്നിഗ്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. 14 കളക്ടർമാര് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ തേവർക്ക് അവിടെ ഗ്യാസ് അന്നദാനം കൊടുക്കാനില്ലെങ്കിൽ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ കളക്ടറെ അറിയിക്കണം. ഇവിടെ അറിയിച്ചപ്പോഴൊക്കെ ഈ ദേവസ്വങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചില്ലേ? മാത്രമോ ഹൈബീഡന്റെ മണ്ഡലത്തിലുള്ള പള്ളിയിൽ അന്നദാനം മുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ഗ്യാസ് എത്തി. ഇവിടെ പാലയൂർ പള്ളിയിൽ അന്നദാനമുണ്ട്, പാവറട്ടി പള്ളിയിൽ. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കൂ, രവീന്ദ്രൻ സാറിന് തന്നെ വിളിച്ചു ചോദിക്കാം. ഇന്ന് ഞാൻ പാലയൂർ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു അവരെ, നിങ്ങൾ മാത്രം ഗ്യാസ് ആവശ്യപ്പെട്ടില്ല എന്ന്. അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമില്ല സർ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഗ്യാസ് ഉണ്ട്, ഞങ്ങൾ രാജ്യത്തിനല്ല ലോകത്തിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചില പിടുത്തങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ കൂടുതൽ വിറക് കരുതിയിട്ടുണ്ടായിരുന്നു. ചോറ് പോലെയുള്ള വലിയ കൂടുതൽ നേരം പാകം ചെയ്യേണ്ടതിന് തീയൊരുക്കുന്നതിന് ഞങ്ങൾ വിറക് ഉപയോഗിച്ചു. ഹോട്ടലുകാർക്ക് 20% സിലിണ്ടറുകൾ കൊടുക്കാതെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വെട്ടിച്ചുരുക്കി. പൂരം കലക്കിയതുപോലെ പാചകവാതകവും കലക്കാനായിരുന്നു പ്ലാനെന്നും മന്ത്രി പറഞ്ഞു. പൂരം കലക്കിയതുപോലെ ഗ്യാസും കലക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഇന്നലെ ഞാൻ അളത്ത് മുറിച്ച് സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് 20% ഹോട്ടലുകാർക്ക് കൊടുത്തോണമെന്നുള്ള ഓർഡർ ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടലുള്ള കളക്ടർമാരുണ്ടായാൽ മതി. ഇനി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മൊഴിയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമോ? അന്ന് ഞാൻ ചോദിക്കും. 2025 ആദ്യത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ വരികൾ ഇതാണ്. കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട് അലങ്കോലപ്പെട്ട പൂരം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനപ്പുറം കേരളത്തിന് ഒരു രാഷ്ട്രീയ മുതലാളിയുടെയും അഫിഡവിറ്റ് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ആരോഗ്യമേഖലയെ തകർക്കാനാണ് BJPയും കോൺഗ്രസും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കൊടുങ്ങല്ലൂരിലെ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, TK സന്തോഷ്, KV വസന്തകുമാർ, KC വർഗീസ്, ബിനിൽ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം UDF കൺവെൻഷൻ ആമ്പല്ലൂരിൽ ചേർന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KM ബാബുരാജ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA MK പോൾസൺ, നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, MP പോളി, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു.
പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പാലിയൂർ മഹാതീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ട പദയാത്രയിൽ മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പങ്കെടുത്തു. തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുമായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. പിതാവിൽ നിന്ന് തേപ്പിൽ പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് തീർത്ഥകേന്ദ്രം ഡോക്ടർ വെരി റവറൻഡ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചാഴൂർ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു. BS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KM ജയദേവൻ അധ്യക്ഷനായി. നേതാക്കളായ TB ഷാജി, KS മോഹൻദാസ്, KK രാജേന്ദ്രബാബു, ഷീല വിജയകുമാർ, NG ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കാവശ്ശേരിയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം KN സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് S ജില്ലാ സെക്രട്ടറി A സലീംകുട്ടി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AV ബാബു, K രജനീഷ്, വികാസിം തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം ആരംഭിച്ച ഓഫീസ് CPM നേതാവ് ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, LDF കൺവീനർ TV ഹരിദാസൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, NR ബാലൻ, CN ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് നിർവഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ, നേതാക്കളായ KA ഹാറൂൺ റഷീദ്, അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ, ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി A നാഗേഷിനായി പോസ്റ്റർ പ്രചരണവുമായി വനിതകൾ. തുടർച്ചയായി മൂന്നാം തവണയാണ് നാഗേഷ് പുതുക്കാട് നിന്ന് ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP നടത്തിയ വൻ മുന്നേറ്റമാണ് തന്റെ വിജയപ്രതീക്ഷയെന്ന് A നാഗേഷ് പറഞ്ഞു. നേതാക്കളായ അരുൺകുമാർ പന്തല്ലൂർ, AG രാജേഷ്, രാജൻ വല്ലച്ചിറ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് അംഗം KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR പ്രസാദൻ, MK മോഹനൻ, KV നൈജു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കൊമ്പഴയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊമ്പഴ മുണ്ടേക്കാട്ടിൽ വീട്ടിൽ സണ്ണിയുടെ മകൻ 28 വയസ്സുള്ള ഫെബിനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ വെച്ച് ഫെബിൻ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഫെബിൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വാണിയമ്പാറ കണ്ണൻചിനയത്ത് രാജീവ് ചികിത്സയിൽ തുടരുന്നു. മൈസൂരിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വേലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. വേലൂർ ചൂണ്ടപ്പുരയ്ക്കൽ സുബ്രഹ്മണ്യന്റെ മകൻ 36 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. കഴിഞ്ഞ 11-ാം തീയതി രാത്രി കാൽ വഴുതി ജോലിസ്ഥലത്തെ ലിഫ്റ്റിനുള്ളിലെ കുഴിയിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കാട്ടകമ്പാൽ സായൽ സ്വദേശിയായ യുവാവിനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകമ്പാൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരാണ് പിടിയിലായത്. DYFI പ്രവർത്തകൻ സഞ്ജയനെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകളും അടിച്ചു തകർത്ത പ്രതികൾ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ബൈക്കിൽ കടന്നുകളഞ്ഞത്. പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP DYFI പ്രവർത്തകർക്കിടയിൽ ഏതാനും നാളുകളായി നിലനിന്നിരുന്ന തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കുന്നുകുളം കാണിപ്പയ്യൂർ
ഉഭയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര കലാനിധി പുരസ്കാരം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥിന്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 28-ാം തീയതി ഉഭയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോ കൊപ്ര മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം, കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്ത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. പറമ്പിൽ വീട്ടിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്ന കൊപ്ര ഷെഡിൽ 8 ചാക്കുകളിലായി സൂക്ഷിച്ച 60,000 രൂപയുടെ കൊപ്രയാണ് നഷ്ടപ്പെട്ടത്. ആദ്യം നടന്ന മോഷണം ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30 ഓട്ടോറിക്ഷയുമായി 3 മോഷ്ടാക്കൾ എത്തിയപ്പോഴാണ് 2 പേരെ പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. എളവള്ളി ബത്സയിദ അഗതി ആശ്രമത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിനിയായ 26 വയസ്സുള്ള സമിതിയാണ് മരിച്ചത്. പുലർച്ചെ ആശ്രമത്തിലെ അന്തേവാസികളാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. വരാക്കര ചുക്കരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 20 കോഴികൾ ചത്തു. ചുക്കരിക്കുന്ന് മടത്തുംപിടി ജോസിന്റെ കോഴികളാണ് ചത്തത്. കൂട് തകർത്താണ് എല്ലാ കോഴികളെയും കൊന്നിരിക്കുന്നത്. അളഗപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്രി സ്ഥലം സന്ദർശിച്ചു. കുന്നുകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. കലാപരിപാടികളുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ് അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ബഷീർ അലി തങ്ങൾ, സിറിൽ മാർ ബെസലിയൂസ് മെത്രോപൊലിത്ത, സ്വാമി നന്ദാത്മജാനന്ദ, മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശ അഭിഷേകത്തോടുകൂടി ദ്രവ്യകലശം സമാപിക്കും. കുരുമുച്ചി സത്സംഗിന്റെ ആഭിമുഖ്യത്തിൽ ലോക ജലദിനം ആഘോഷിച്ചു. കണ്ണാടശ്ശേരി പഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷനായി. TJ ബിജു, അമ്പിളി പീറ്റർ, PJ ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് പുത്തൻപള്ളിയിൽ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. പെരുന്നാളിന്റെ ഭാഗമായി വൈശ്ശേരി മാർ ഗ്രിഗോറിയസ് പള്ളിയിൽ നിന്നും പുത്തൻ പള്ളിയിലേക്ക് കാൽനട പദയാത്ര നടത്തി. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയൂസ് പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പുലിക്കോട്ടിൽ പത്രോസ്, കൈസ്ഥാനി ജിയോ പോൾ കൊള്ളന്നൂർ, സെക്രട്ടറി ഒക്കുറുക്കുട്ടി സി ജോൺ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ കർത്താവ് പോലെ
തൃശൂർ നഗരത്തിൽ വോട്ടർ അവബോധ രാത്രി നടത്തം സംഘടിപ്പിച്ചു. വോട്ടിന്റെ പ്രാധാന്യം യുവജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച കാൻഡിൽ നൈറ്റ് വാക്ക് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് പങ്കെടുത്തു. കുന്നുകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. പുക ഉയരുന്നത് കണ്ട് ഓടിക്കൂടിയ സമീപവാസികളാണ് വിവരം ഫയർഫോഴ്സിൽ അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ മടവാക്കരയിൽ നിന്നും വീടൊഴിഞ്ഞ് പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ അനുമതി. വിശ്വാസക്കടലായി പാലയൂർ. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ മഹാതീർത്ഥാടനത്തിന് സമാപനം. പദയാത്രയിൽ അണിനിരന്നത് ആയിരങ്ങൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് പരിസമാപ്തി. ഉത്സവത്തിന് സമാപനം കുറിച്ച് വടക്കേനടയിൽ വെന്നിക്കൊടി ഉയർത്തി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ശൃംഗപുരം പുത്തൻ കോവിലകത്ത് നടന്നു. വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. പുന്നൂർക്കുളം അണ്ടത്തോട് 68 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടി. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കടത്തിയത് വാഹനത്തിൽ പ്രത്യേക അറ നിർമ്മിച്ചു. പൂരം പ്രദർശന ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ തർക്കം. പാചകവാതകം കിട്ടാനില്ലെന്നും പൂജകൾ പോലും മുടങ്ങുന്നുവെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ പരാമർശം ആവർത്തിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്. പൂരം കലക്കിയതുപോലെ പാചകവാതക വിഷയം കലക്കാനാണ് ശ്രമമെന്ന് സുരേഷ് ഗോപി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.